എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2024/ എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു മാൻഡേറ്ററി ഫീസ് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അടച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ഫീസ് അടക്കേണ്ടതില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് മാൻഡേറ്ററി ഫീസ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഈ ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ FIUGP എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എത്ര രൂപയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. HSC, VHSC, CBSE, ICSE പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീസ് SC/ST വിദ്യാർത്ഥികൾക്ക് 930 മറ്റു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1850 രൂപയും അതുപോലെ തന്നെ NIOS അതർ സ്റ്റേറ്റ് ബോർഡ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC/ST വിദ്യാർത്ഥികൾക്ക് 720 രൂപയും മറ്റു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1640 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് ഓൺലൈനായിട്ട് തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാൻ പോകുന്ന സമയത്ത് ഈ ഒരു എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷയിൽ നൽകാത്ത ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കിയാൽ അത് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു കോഴ്സിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ, അതായത് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.